ടോക്ക് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ജയിലുകളെക്കുറിച്ചും തടവുകാരെക്കുറിച്ചുമാണ്. ജയിൽ അല്ലെങ്കിൽ പ്രിസൺ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗവും ഇരുമ്പഴികളും പൂട്ടിയ വാതിലുകളും സ്ട്രിക്റ്റ് വാർഡന്മാർ എന്നിങ്ങനെയൊക്കെയാണല്ലോ സങ്കല്പിക്കുന്നത്. ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിലെ ഏറ്റവും നിഗൂഢവും തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ വിഭാഗങ്ങളിലൊന്നാണ് ജയിൽ. പല ആളുകളും ഇത് വാർത്താ തലക്കെട്ടുകളിലോ ക്രൈം ഷോകളിലോ സിനിമകളിലോ മാത്രമേ കണ്ടു കാണുകയുള്ളൂ. എന്നാൽ ഇന്ത്യയിലെ ജയിലുകളുടെ യാഥാർത്ഥ്യം വളരെ സങ്കീർണവും നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ, മനുഷ്യാവകാശങ്ങൾ, സാമൂഹിക ഉത്തരവാദിത്തം എന്നിവയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടതുമാണ്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ജയിലുകൾ യഥാർത്ഥത്തിൽ എന്താണെന്നതിനെക്കുറിച്ചും അവയ്ക്കുള്ളിൽ ഉള്ള തടവുകാർ അവർക്ക് എന്ത് അവകാശങ്ങളുണ്ട്, ഇന്ന് ഇന്ത്യൻ ജയിൽ സംവിധാനത്തിൽ എന്തൊക്കെ വെല്ലുവിളികൾ നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ചും അവയർനെസ് ഉണ്ടാക്കേണ്ടത് പ്രധാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ വർഷവും ലക്ഷക്കണക്കിന് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും പോലും ഇന്ത്യയിലുടനീളമുള്ള ജയിലുകളിൽ അകപ്പെടുന്നുണ്ട്. ചിലർ കൊലപാതകം അല്ലെങ്കിൽ ഭീകരവാദം പോലുള്ള ഗുരുതരമായ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നു. മറ്റുള്ളവർ മോഷണം, ഗതാഗതവുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധത്തിൽ പങ്കെടുക്കൽ തുടങ്ങിയ ചെറിയ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നു. ഒരു വലിയ വിഭാഗം തടവുകാർ ശിക്ഷിക്കപ്പെടുക പോലും ചെയ്തിട്ടില്ല. അവർ വിചാരണയ്ക്കായി കാത്തിരിക്കുകയാണ്. ജയിൽ സംവിധാനങ്ങൾ മനസ്സിലാക്കുന്നത് കുറ്റകൃത്യങ്ങളോട് അനുഭാവം പുലർത്തുന്നതിന് വേണ്ടിയല്ല, നീതി, നിയമം, മാനവികത എന്നിവ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. എന്താണ് ജയിൽ അല്ലെങ്കിൽ പ്രിസൺ? ക്രിമിനൽ നടപടികളുടെയോ പ്രതിരോധ തടങ്കലുകളുടെയോ ഫലമായി വ്യക്തികളെ ഭരണകൂടം തടവിലാക്കുന്ന നിയമപരമായ അംഗീകൃതമായ ഒരു സ്ഥാപനമാണ് ജയിൽ. ലളിതമായി പറഞ്ഞാൽ, ഒരു കുറ്റകൃത്യം ചെയ്തതായി ആരോപിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഇതിനകം കോടതി ശിക്ഷിക്കപ്പെടുകയോ ചെയ്ത വ്യക്തികളുടെ സുരക്ഷിത കസ്റ്റഡി ഉറപ്പാക്കാനാണ് ജയിലുകൾ ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും ജയിലുകൾ ക്രൂരതയുടെയോ പ്രതികാരത്തിൻ്റെയോ ഒരു ശിക്ഷാകേന്ദ്രം മാത്രമല്ല, ഇന്ത്യൻ നിയമത്തിനും ഭരണഘടനാ തത്വങ്ങൾക്കും കീഴിൽ വരുന്ന ഒരു തിരുത്തൽ സ്ഥാപനമാണ്. പരമ്പരാഗതമായി ജയിലുകൾ പ്രധാനമായും വിചാരണ കാത്തിരിക്കുന്ന വ്യക്തികളെ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളായിരുന്നു. കാലക്രമേണ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളുടെ പുനരധിവാസ കേന്ദ്രങ്ങളായി അവ പ്രവർത്തിക്കാൻ തുടങ്ങി. ജയിലിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തി ശിക്ഷാ കാലയളവ് കഴിഞ്ഞ് തിരികെ ഇറങ്ങുമ്പോൾ സമൂഹവുമായി വീണ്ടും ഒത്തുപോകാൻ കഴിവുള്ള ഒരു പുതിയ വ്യക്തിയായിരിക്കണം എന്നതാണ് ആശയം. ജയിൽ സംവിധാനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജയിലുകൾ 4 പ്രധാന ലക്ഷ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. ആദ്യത്തേത് പ്രതികാരമാണ്, അതായത് ചെയ്ത കുറ്റത്തിന് ആനുപാതികമായ ശിക്ഷ. രണ്ടാമത്തേത് തടവിലായിരിക്കുമ്പോൾ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് കുറ്റവാളികളെ ശാരീരികമായി തടയുന്നുവെന്ന് ഉറപ്പാക്കുന്നു. മൂന്നാമത്തെ ലക്ഷ്യം വ്യക്തിയും സാമൂഹികവുമായ പ്രതിരോധമാണ്. കുറ്റവാളികളെയും മറ്റുള്ളവരെയും സമാന കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുക. നാലാമത്തേതും ആധുനിക ക്രിമിനൽ ലായിലെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ലക്ഷ്യമാണ് പുനരധിവാസം. ഇത് കുറ്റവാളിയെ പരിഷ്കരിക്കാനും അങ്ങനെ അവന് അല്ലെങ്കിൽ അവൾക്ക് നിയമം അനുസരിക്കുന്ന പൗരനായി സമൂഹത്തിലേക്ക് മടങ്ങാനും ലക്ഷ്യമിടുന്നു. നിർഭാഗ്യവശാൽ പ്രായോഗികമായി പുനരധിവാസ ലക്ഷ്യത്തിന് പലപ്പോഴും കുറഞ്ഞ ശ്രദ്ധയാണ് ലഭിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളായി ജയിലുകൾ നിലവിലുണ്ട്. പുരാതന കാലത്ത് തടവ് ശിക്ഷയായി ഉപയോഗിച്ചിരുന്നില്ല. പകരം നാടുകടത്തൽ, പിഴ, ശാരീരിക ശിക്ഷ അല്ലെങ്കിൽ മരണം പോലുള്ള ശിക്ഷകൾ നടപ്പാക്കുന്നതുവരെ ജയിലുകൾ ഉപയോഗിച്ചിരുന്നു. 18ാം നൂറ്റാണ്ടിൽ മാത്രമാണ്, പ്രത്യേകിച്ച് യൂറോപ്പിലെ ജയിൽ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് ശേഷം, തടവ് ശിക്ഷ ഒരു പ്രാഥമിക രൂപമായി മാറിയത്. മാനുഷിക ആശങ്കകളും അച്ചടക്കം, ജോലി, ധാർമ്മിക പരിഷ്കരണം
എന്നിവയിലൂടെ കുറ്റവാളികളെ തിരുത്താമെന്ന വിശ്വാസവുമാണ് ഈ മാറ്റത്തിന് കാരണമായത്. ഈ തത്വചിന്ത ക്രമേണ കൊളോണിയൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകമെമ്പാടുമുള്ള ജയിൽ സംവിധാനങ്ങളെ സ്വാധീനിച്ചു. ഇന്ത്യയിൽ ആധുനിക ജയിൽ സമ്പ്രദായം പ്രധാനമായി ബ്രിട്ടീഷ് ഭരണകാലത്താണ് രൂപപ്പെട്ടത്. ബ്രിട്ടീഷുകാർ പ്രധാനമായും ജനസംഖ്യയെ നിയന്ത്രിക്കുന്നതിനും വിയോജിപ്പുകളെ അടിച്ചമർത്തുന്നതിനുമായി ഘടനാപരമായ ജയിലുകൾ അവതരിപ്പിച്ചു. ഇന്ത്യയിലെ ജയിലുകളെ നിയന്ത്രിക്കുന്ന പ്രധാന നിയമനിർമ്മാണമായ 1894 പ്രിസൺസ് ആക്ട് ഈ കാലയളവിലാണ് നടപ്പിലാക്കിയത്. പരിഷ്കരണത്തേക്കാൾ അച്ചടക്കത്തിലും പ്രതിരോധത്തിലുമായിരുന്നു കൂടുതൽ ശ്രദ്ധ. സ്വാതന്ത്ര്യാനന്തരം ആർട്ടിക്കിൾ 21 പ്രകാരം ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും ഉൾപ്പെടെയുള്ള മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ഒരു ഭരണഘടന ഇന്ത്യ അംഗീകരിച്ചു. ഇത് ജുഡീഷ്യൽ ചിന്തയിൽ ക്രമാനുഗതമായ മാറ്റത്തിലേക്ക് നയിച്ചു. തടവുകാരെ തടവിലാക്കിയതുകൊണ്ട് അവരുടെ മൗലിക അവകാശങ്ങൾ നഷ്ടപ്പെടുന്നില്ലെന്ന് ഇന്ത്യൻ കോടതികൾ ഊന്നിപ്പറയാൻ തുടങ്ങി. നിരവധി സുപ്രധാന വിധികൾ തടവുകാരുടെ അവകാശങ്ങളുടെയും അന്തസ്സിൻ്റെയും വ്യാപ്തി അംഗീകരിച്ചു. ജയിലുകൾ ഓരോ സംസ്ഥാനത്തിനും കീഴിലുള്ള സ്ഥാപനങ്ങളായി മാറി. അതായത് ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ ജയിൽ സംവിധാനമുണ്ട്. ഇത് പല സംസ്ഥാനങ്ങളിലും പല രീതിയിലുള്ള ജയിൽ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു. ചില ജയിലുകൾ വിദ്യാഭ്യാസ പരിപാടികൾ, തൊഴിലധിഷ്ഠിത പരിശീലനം എന്നിവ അവതരിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവ ഇപ്പോഴും തടവുകാരുടെ വർധനവ്, ജീവനക്കാരുടെ കുറവ്, കാലഹരണപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാൽ ബുദ്ധിമുട്ടുന്നു. ജയിൽ ഭരണത്തെ മാനുഷികവൽക്കരിക്കുന്നതിൽ ജുഡീഷ്യൽ ആക്ടിവിസം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. സുനിൽ ബത്ര വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ, ചാൾസ് ശോഭരാജ് വേഴ്സസ് സെൻട്രൽ ജയിൽ സൂപ്രണ്ട് തുടങ്ങിയ കേസുകൾ പീഡനം, മനുഷ്യത്വരഹിതമായ പെരുമാറ്റം, ശിക്ഷ എന്നിവ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഊന്നിപ്പറഞ്ഞു. ഇന്ത്യയിലെ വിവിധ ജയിലുകളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സെൻട്രൽ ജയിലുകൾ, ജില്ലാ ജയിലുകൾ, സബ് ജയിലുകൾ, ഓപ്പൺ ജയിലുകൾ, സ്പെഷ്യൽ ജയിലുകൾ, ജുവനൈൽ ഹോമുകൾ അല്ലെങ്കിൽ ദുർഗുണ പരിഹാര പാഠശാലകൾ തുടങ്ങി വിവിധ തരത്തിലുള്ള ജയിലുകൾ ഇന്ത്യയിലുണ്ട്. സെൻട്രൽ ജയിൽ ദീർഘകാല കുറ്റവാളികൾക്കും ഗുരുതരമായ കുറ്റവാളികൾക്കുമുള്ള ഉയർന്ന സുരക്ഷയുള്ള ജയിലാണ്. ഇത് സാധാരണയായി പ്രധാന നഗരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. കർശനമായ നിയമങ്ങൾക്കും അച്ചടക്കത്തിനും കീഴിൽ സംസ്ഥാന ജയിൽ വകുപ്പാണ് ഇത് നിയന്ത്രിക്കുന്നത്. സെൻട്രൽ ജയിലുകളിൽ ജീവപര്യന്തം ഉൾപ്പെടെയുള്ള ദീർഘകാലത്തേക്ക് ശിക്ഷിക്കപ്പെടുന്ന തടവുകാരും ചിലപ്പോൾ ഗുരുതരമായ കേസുകളിൽ ഉൾപ്പെടുന്ന വിചാരണയിലുള്ള തടവുകാരും ഉണ്ട്. സെൻട്രൽ ജയിലിൻ്റെ പ്രധാന ലക്ഷ്യം ശിക്ഷ മാത്രമല്ല, തിരുത്തലും പുനരധിവാസവും കൂടിയാണ്. അങ്ങനെ തടവുകാർക്ക് അവരുടെ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി സമൂഹത്തിലേക്ക് മടങ്ങാൻ കഴിയും. ജില്ലാ ജയിലുകൾ ഹ്രസ്വകാല ശിക്ഷയും വിചാരണയിലുള്ള തടവുകാരുടെ സംരക്ഷണവും ഉറപ്പു നൽകുന്നു. ജില്ലാ അധികാരികളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഈ ജയിലുകൾ സംസ്ഥാന ജയിൽ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. വിചാരണ വേളയിൽ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിലൂടെയും പരിഷ്കരിക്കുന്നതിലൂടെയും ക്രമസമാധാനം നിലനിർത്തുന്നതിൽ ജില്ലാ ജയിലുകൾക്ക് പ്രധാന പങ്കുണ്ട്. സബ് ജയിലുകൾ താലൂക്ക് തലത്തിലുള്ള ചെറിയ തരം ജയിലാണ്. ഇത് സാധാരണയായി ഉപവിഭാഗത്തിലോ തഹസീൽ തലത്തിലോ സ്ഥാപിക്കപ്പെടുന്നു. വിചാരണ തടവുകാരും വളരെ ഹ്രസ്വകാല തടവിന് ശിക്ഷിക്കപ്പെട്ടവരുമാണ് പ്രധാനമായും ഇവിടെ ഉള്ളത്. താൽക്കാലിക കസ്റ്റഡിക്ക് വേണ്ടിയുള്ള സബ് ജയിലുകൾ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പ്രാദേശിക ജയിൽ അധികാരികളാണ് കൈകാര്യം ചെയ്യുന്നത്. തടവുകാരെ ജില്ലാ അല്ലെങ്കിൽ കേന്ദ്ര ജയിലുകളിലേക്ക് മാറ്റുന്നതുവരെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സബ് ജയിലിലെ സൗകര്യങ്ങൾ അടിസ്ഥാനപരമാണ്. വലിയ ജയിലുകളുടെ ഭാരം കുറയ്ക്കുന്നതിലും പ്രാദേശിക തലത്തിൽ വേഗത്തിലുള്ള നിയമ നടപടികൾ ഉറപ്പാക്കുന്നതിലും സബ് ജയിലുകൾക്ക് പ്രധാന പങ്കുണ്ട്. ചെക്ക് ബൗൺസ് കേസുകളിലും വൈറ്റ് കോളർ കുറ്റകൃത്യങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ, ഇൻക്ലൂഡിംഗ് പൊളിറ്റീഷ്യൻസ്, വിചാരണയുടെ കാലയളവിൽ അവരെ വിചാരണയ്ക്കുള്ള തടവുകാരായി കണക്കാക്കുകയും കേസിൻ്റെ ഗൗരവം അനുസരിച്ച് സാധാരണയായി ഒരു സബ് ജയിലിലോ ജില്ലാ ജയിലിലോ പാർപ്പിക്കുകയും ചെയ്യുന്നു. ചെക്ക് കേസുകളും വൈറ്റ് കോളർ കുറ്റകൃത്യങ്ങളും കൂടുതൽ നോൺ വയലൻ്റ് കുറ്റകൃത്യങ്ങളായതിനാൽ പ്രാരംഭഘട്ടത്തിൽ
പ്രതികളെ സെൻട്രൽ ജയിലിലേക്ക് അയക്കുന്നത് അപൂർവമാണ്. എന്നിരുന്നാലും കേസിൽ വലിയ തോതിലുള്ള വഞ്ചനയോ ആവർത്തിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങളോ ഉൾപ്പെടുന്നുവെങ്കിൽ അവരെ ജില്ലാ ജയിലിലേക്കോ സെൻട്രൽ ജയിലിലേക്കോ മാറ്റിയേക്കാം. ഇത് പ്രധാനമായും കോടതി ഉത്തരവ്, ശിക്ഷയുടെ ദൈർഘ്യം, കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ഓപ്പൺ ജയിൽ തിരഞ്ഞെടുത്ത തടവുകാരെ മേൽനോട്ടത്തോടെ ജോലി ചെയ്യാനും ജീവിക്കാനും അനുവദിക്കുകയും ഉത്തരവാദിത്തവും സ്വയം അച്ചടക്കവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുരോഗമന ആശയമാണ്. ജുവനൈൽ ഹോമുകൾ 18 വയസ്സിന് താഴെയുള്ള അക്രമവാസനയുള്ളതും മോഷണം മുതലായ മറ്റു കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതുമായ കുട്ടികൾക്കുള്ളതാണ്. പല കുട്ടികളും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് അവർ മോശപ്പെട്ടവരായി ജനിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അവർക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ കാരണമാണ്. ദുർബലമായ കുടുംബ പശ്ചാത്തലം, വീട്ടിലെ നിരന്തരമായ സംഘർഷം അല്ലെങ്കിൽ മാതാപിതാക്കളുടെ വേർപിരിയൽ എന്നിവ കുട്ടികളെ വൈകാരികമായി തകർക്കുകയും ലക്ഷ്യബോധമില്ലാത്തവരാക്കുകയും ചെയ്യും. പരിചരണവും സംരക്ഷണവും ഇല്ലാതെ വളരുന്ന അനാഥരായ കുട്ടികൾ പലപ്പോഴും അതിജീവിതത്തിനായി തെരുവുകളിലേക്ക് തിരിയുകയും ചെയ്തേക്കാം. മോശം സുഹൃത്തുക്കളും മുതിർന്ന ക്രിമിനലുമായിട്ടുള്ള സഹവാസവും കുട്ടികളുടെ മനസ്സിനെ എളുപ്പത്തിൽ സ്വാധീനിക്കുകയും പെട്ടെന്നുള്ള പണസമ്പാദനം വാഗ്ദാനം ചെയ്യുന്നതിലൂടെ അവരെ കുറ്റവാളികളാക്കി തീർക്കുകയും ചെയ്യുന്നു. ശരിയായ മേൽനോട്ടം, വിദ്യാഭ്യാസം, പോസിറ്റീവ് റോൾ മോഡലുകൾ എന്നിവയില്ലാത്ത കുട്ടികളെ എളുപ്പത്തിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയും. അവരെ സംരക്ഷിക്കുന്നതിലും നയിക്കുന്നതിലും സമൂഹം പരാജയപ്പെടുമ്പോഴാണ് അവരുടെ വഴി കുറ്റകൃത്യങ്ങളുടേതായി മാറുന്നത്. ദുർഗുണ പരിഹാര പാഠശാലകൾ ശിക്ഷയേക്കാൾ കുട്ടികളുടെ തെറ്റുതിരുത്തലിനെയാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു വരുന്നു. തടവുകാരെയും പലതായി വർഗീകരിച്ചിട്ടുണ്ട്. പ്രീ ട്രയൽ തടവുകാർ, വിചാരണയിലുള്ള തടവുകാർ, ശിക്ഷിക്കപ്പെട്ട തടവുകാർ, പ്രതിരോധ തടങ്കൽ നിയമങ്ങൾക്ക് കീഴിലുള്ള തടവുകാർ എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ജയിൽ ജനസംഖ്യയുടെ ഭൂരിഭാഗവും വിചാരണയ്ക്ക് മുമ്പുള്ളവരും വിചാരണയിലുള്ളവരുമായ തടവുകാരാണ്. ഇത് വളരെ കൺസേണിംഗ് ആണ്. ഒരു കുറ്റകൃത്യത്തിൽ വിചാരണ തീർപ്പാക്കാത്ത വ്യക്തികളാണ് വിചാരണയിലുള്ള തടവുകാർ. അന്വേഷണത്തിലെ കാലതാമസം, നിയമപരമായ പ്രാതിനിധ്യമില്ലാത്തത്, ജാമ്യാപേക്ഷ നൽകാനുള്ള സ്ഥിതി ഇല്ലാത്തത് എന്നിവ കാരണം പലരും വർഷങ്ങളോളം ജയിലിൽ കഴിയുന്നു. പല കേസുകളിലും കുറ്റകൃത്യത്തിന് നിർദ്ദേശിച്ചിട്ടുള്ള പരമാവധി ശിക്ഷയേക്കാൾ കൂടുതൽ സമയം വിചാരണ തടവുകാർ ജയിലിൽ ചിലവഴിക്കുന്നു. കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും അതനുസരിച്ച് ശിക്ഷിക്കുകയും ചെയ്യുന്നവരാണ് ശിക്ഷിക്കപ്പെട്ട തടവുകാർ. തടവുകാരെ കരുതൽ തടങ്കൽ നിയമപ്രകാരമാണ് തടവിലാക്കുന്നത്. ഇതിനകം ചെയ്ത ഒരു കുറ്റകൃത്യത്തിന് വേണ്ടിയല്ല, മറിച്ച് പൊതുക്രമത്തിനും ദേശീയ സുരക്ഷയ്ക്കും ഭീഷണി ഉണ്ടാകുന്നത് തടയുന്നതിനാണ് കരുതൽ തടങ്കൽ നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ വനിതാ തടവുകാർ പലരും അവരുടെ കുട്ടികളിൽ നിന്നുള്ള വേർപിരിയൽ കാരണം മെൻ്റലി വീക്ക് ആകുന്നു. സ്ത്രീകൾക്കുള്ള സൗകര്യങ്ങൾ പലപ്പോഴും അപര്യാപ്തമാണ്. വനിതാ തടവുകാർക്ക് പ്രത്യേക താമസ സൗകര്യം, വനിതാ വാർഡന്മാർ, ശരിയായ ആരോഗ്യ സംരക്ഷണം എന്നിവ ഇന്ത്യൻ നിയമം അനുശാസിക്കുന്നു. ഗർഭിണികളായ വനിതാ തടവുകാർക്ക് പ്രത്യേക വൈദ്യസഹായം, പോഷകാഹാരം, പ്രസവ സൗകര്യങ്ങൾ എന്നിവ ലഭിക്കാൻ അർഹതയുണ്ട്. ജയിലിൽ ജനിച്ചതോ തടവിലാക്കപ്പെട്ട അമ്മമാർക്കൊപ്പം താമസിക്കുന്നതോ ആയ കുട്ടികൾക്ക് ഒരു നിശ്ചിത പ്രായം വരെ അവരോടൊപ്പം താമസിക്കാൻ അനുവാദമുണ്ട്. എന്നിരുന്നാലും ഇതൊക്കെ നടപ്പാക്കുന്നതിൽ വീഴ്ച വരുന്നു. പലതരത്തിലുള്ള ശിക്ഷകളെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ജീവപര്യന്തം തടവ്, കഠിന തടവ്, ലളിതമായ തടവ്, പിഴ, അപൂർവ കേസുകളിൽ വധശിക്ഷ തുടങ്ങി വിവിധ തരത്തിലുള്ള ശിക്ഷകൾ ഇന്ത്യൻ നിയമം നിർദ്ദേശിക്കുന്നു. ക്രിമിനൽ നിയമത്തിലെ ശിക്ഷ ഭരണകൂടത്തിൻ്റെ പ്രതികാര നടപടിയല്ല, കുറ്റകൃത്യങ്ങളോടുള്ള നിയമപരമായ പ്രതികരണമാണ്. ഇന്ത്യയിൽ ശിക്ഷകൾ പ്രധാനമായും നിയന്ത്രിക്കുന്നത് 1860 ഇന്ത്യൻ പീനൽ കോഡാണ്. ശിക്ഷാവിധി കർശനമായി ജുഡീഷ്യൽ മേൽനോട്ടത്തിലാണ് നടപ്പാക്കുന്നത്. ഒരു ജഡ്ജി ശിക്ഷ വിധിക്കുമ്പോൾ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം, പ്രതിയുടെ ഉദ്ദേശം, സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം, മുൻ ക്രിമിനൽ റെക്കോർഡ്,
കുറ്റവാളിയെ തിരുത്തുവാനുള്ള സാധ്യത തുടങ്ങി നിരവധി ഘടകങ്ങൾ പരിഗണിക്കുന്നു. ചെയ്ത കുറ്റത്തിന് ആനുപാതികമായി ശിക്ഷ ലഭിക്കുക എന്നതാണ് ലക്ഷ്യം. വധശിക്ഷ, ജീവപര്യന്തം തടവ്, കഠിനമോ ലളിതമോ ആയ തടവ്, സ്വത്ത് കണ്ടുകെട്ടൽ, പിഴ എന്നിങ്ങനെ 5 പ്രധാന ശിക്ഷാരീതികൾ IPC അംഗീകരിക്കുന്നു. ഈ ശിക്ഷകളിൽ ഓരോന്നിനും ഓരോ പ്രത്യേക നിയമപരമായ അർത്ഥവും പ്രയോഗവുമുണ്ട്. അവ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കപ്പെടുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും സാധാരണയായി നൽകുന്ന ശിക്ഷയാണ് തടവ്. ഇത് ലളിതമായ തടവും കഠിനമായ തടവും ആയി തരംതിരിച്ചിരിക്കുന്നു. അപകീർത്തിപ്പെടുത്തൽ, വഞ്ചന അല്ലെങ്കിൽ പൊതുശല്യം തുടങ്ങിയ ഗുരുതരമല്ലാത്ത കുറ്റങ്ങൾക്കാണ് സാധാരണയായി ലളിതമായ തടവിൽ ജയിൽ ശിക്ഷ നൽകുന്നത്. മറുവശത്ത് കഠിനമായ തടവിൽ നിർബന്ധിത കഠിനാധ്വാനം ഉൾപ്പെടുന്നു. ശിക്ഷയുടെ ഭാഗമായി തൊഴിൽ നിർബന്ധമാക്കുകയോ അനുവദിക്കുകയോ ചെയ്യുന്ന കൂടുതൽ ഗുരുതരമായ കുറ്റങ്ങൾക്കാണ് ഇത് നൽകുന്നത്. എന്നിരുന്നാലും കഠിനമായ തടവ് പോലും നിയമത്താൽ നിയന്ത്രിക്കപ്പെടുന്നുവെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. ജയിൽ അധികാരികൾക്ക് ഏകപക്ഷീയമായി അല്ലെങ്കിൽ ക്രൂരമോ അപമാനകരമോ തടവുകാരൻ്റെ ശാരീരിക ശേഷിക്ക് അതീതമോ ആയ രീതിയിൽ തൊഴിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ശിക്ഷകളിലൊന്ന് ജീവപര്യന്തം തടവാണ്. ജീവപര്യന്തം തടവ് എന്നാൽ 14 വർഷത്തെ തടവ് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. ഇത് നിയമപരമായി തെറ്റാണ്. ജീവപര്യന്തം തടവെന്നാൽ ശിക്ഷ ഇളവ് അനുവദിക്കുന്നില്ലെങ്കിൽ പ്രതിയുടെ സ്വാഭാവിക ജീവിതത്തിൻ്റെ ബാക്കി കാലം തടവ് എന്നാണ് അർത്ഥമാക്കുന്നത്. ജീവപര്യന്തം തടവ് ഒരു തടവുകാരനെ 14 വർഷത്തിന് ശേഷം മോചിപ്പിക്കാൻ യാന്ത്രികമായി അർഹത നൽകുന്നില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് നിരവധി വിധിന്യായങ്ങളിൽ സുപ്രീം കോടതി ഈ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് ശിക്ഷ ഇളവും ജയിൽ നിയമങ്ങൾ, സർക്കാർ നയം, പ്രതിയുടെ പെരുമാറ്റം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ വധശിക്ഷ ഇന്ത്യൻ നിയമത്തിൻ്റെ ഭാഗമായി തുടരുന്നുവെങ്കിലും അപൂർവമായ കേസുകളിൽ മാത്രമാണ് നൽകുന്നത്. ഈ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് കോടതികൾ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം, സമൂഹത്തിന് എത്രമാത്രം ഭീഷണിയാകുന്നു, കുറ്റവാളിയെ തിരുത്താൻ കഴിയാത്ത സാഹചര്യം, പ്രതിയുടെ പ്രായം, മാനസിക അവസ്ഥ, ബാക്ക്ഗ്രൗണ്ട് എന്നിവ കണക്കിലെടുക്കുന്നു. ശക്തമായ ചർച്ചകൾക്ക് വിധേയമാകുന്ന ശിക്ഷാരീതിയാണ് വധശിക്ഷ. ജീവപര്യന്തം തടവ് കുറഞ്ഞു പോകുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ മാത്രമേ വധശിക്ഷ പരിഗണിക്കാവൂ എന്ന് ഇന്ത്യൻ ജുഡീഷ്യറി വാദിച്ചിട്ടുണ്ട്. കഠിന തടവ് ശിക്ഷയുടെ അവിഭാജ്യ ഘടകമാണ്. കഠിനാധ്വാനം അതിനർത്ഥം ശാരീരികമായ പീഡനമോ മനുഷ്യത്വരഹിതമായ ജോലിയോ അല്ല. നിയമപരമായി കഠിനമായ അധ്വാനം എന്നത് ജയിൽ നിയമങ്ങൾക്ക് കീഴിൽ തടവുകാർക്ക് നൽകുന്ന ഉൽപ്പാദനപരമായ ശാരീരിക അധ്വാനത്തെ സൂചിപ്പിക്കുന്നു. കഠിനമായ അധ്വാനത്തിൻ്റെ ലക്ഷ്യം അച്ചടക്കം, നൈപുണ്യ വികസനം എന്നിവയാണ്. അപമാനമോ ചൂഷണമോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൃഷി, മരപ്പണി, നെയ്ത്ത്, തയ്യൽ, ബേക്കറി ജോലി, ജയിൽ ഫാക്ടറികൾ, അറ്റകുറ്റപ്പണികൾ എന്നിവയാണ് സാധാരണ ഹാർഡ് ലേബർ രൂപങ്ങൾ. ആധുനിക ജയിലുകളിൽ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകപ്പെടുന്നു. പുനരധിവാസത്തിന് വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും അനിവാര്യമാണ്. പല ജയിലുകളും ഇപ്പോൾ സാക്ഷരതാ പരിപാടികൾ, വിദൂര വിദ്യാഭ്യാസം, തയ്യൽ പരിശീലനം, മരപ്പണി, കമ്പ്യൂട്ടർ സാക്ഷരത എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. ഈ പരിപാടികൾ തടവുകാരെ ഉപജീവനമാർഗം നേടാൻ സഹായിക്കുകയും വീണ്ടും കുറ്റകൃത്യം ചെയ്യാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ഭരണഘടനാപരമായ സുരക്ഷാ മാർഗങ്ങളാണ് കഠിനാധ്വാനത്തെ കർശനമായി നിയന്ത്രിക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 23 നിർബന്ധിത തൊഴിൽ നിരോധിക്കുന്നു. തൊഴിൽ മനുഷ്യൻ്റെ അന്തസ്സിനെ ലംഘിക്കരുതെന്ന് കോടതികൾ വ്യക്തമാക്കുന്നുണ്ട്. തടവുകാരെ അവരുടെ ശാരീരിക ശേഷിക്കപ്പുറം അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ തൊഴിൽ ചെയ്യാൻ നിർബന്ധിക്കാനാവില്ല. തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന തടവുകാർക്ക് അതത് സംസ്ഥാനങ്ങൾ രൂപീകരിച്ച ജയിൽ നിയമങ്ങൾ അനുസരിച്ച് വേതനത്തിന് അർഹതയുണ്ട്. വേജസ് കുറവാണെങ്കിലും അതിന് ഒന്നിലധികം ഉദ്ദേശങ്ങളുണ്ട്. ധാർമ്മികത വളർത്തുക, തടവുകാരെ അവരുടെ കുടുംബത്തെ പിന്താങ്ങാൻ പ്രാപ്തരാക്കുക, പിഴ അടയ്ക്കുക അല്ലെങ്കിൽ മോചനാനന്തര ജീവിതത്തിനായി സമ്പാദിക്കുക. വേതനം നിഷേധിക്കുന്നത് ചൂഷണത്തിന് തുല്യമെന്ന് കോടതികൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. രോഗികളായ, പ്രായമായ, വികലാംഗരായ തടവുകാരെ കഠിനാധ്വാനം ചെയ്യാൻ നിർബന്ധിക്കാനാവില്ല. ശിക്ഷാർഹമായ ഏകാന്ത തടവും അതിൻ്റെ പരിമിതികളെയും കുറിച്ച് നമുക്ക് നോക്കാം. ഏകാന്ത തടവ്
സോളിറ്ററി കൺഫൈൻമെൻറ്റ് ശിക്ഷയുടെ ഏറ്റവും കഠിനമായ രൂപങ്ങളിൽ ഒന്നാണ്. എന്നാൽ കോടതികൾ അതിൻ്റെ ഉപയോഗത്തിന് കർശനമായ പരിധികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ദീർഘകാലത്തേക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. അമിതമായ ഏകാന്ത തടവ് ആർട്ടിക്കിൾ 21 ലംഘിക്കുന്നതായും മാനസിക പീഡനത്തിന് തുല്യമാണെന്നും സുപ്രീം കോടതി പറയുന്നു. ജയിലിൽ മറ്റ് തടവുകാരോടൊപ്പം പാർപ്പിക്കുന്നത് അവർക്ക് ഭീഷണിയാകുന്നത് പോലുള്ള അസാധാരണമായ സാഹചര്യങ്ങളിൽ മാത്രമേ സോളിറ്ററി കൺഫൈൻമെൻറ്റ് ശിക്ഷ വിധിക്കാനാവൂ. ആധുനിക ഇന്ത്യൻ നിയമശാസ്ത്രം ശിക്ഷ നൽകുക എന്നതിലുപരി കുറ്റവാളികളെ തിരുത്തുക എന്ന സമീപനത്തെ കൂടുതലായി പിന്തുണയ്ക്കുന്നു. പ്രൊബേഷൻ, കമ്മ്യൂണിറ്റി സർവീസസ്, സസ്പെൻഡ് ചെയ്ത ശിക്ഷകൾ, ഉചിതമായ സ്ഥലങ്ങളിൽ തുറന്ന ജയിലുകൾ തുടങ്ങിയ ബദലുകൾ കോടതികൾ ഇപ്പോൾ പരിഗണിക്കുന്നു. എല്ലാ കുറ്റവാളികളും കഠിനമായ കുറ്റവാളികളല്ലെന്നും അമിതമായ ശിക്ഷ ചിലപ്പോൾ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യുമെന്നും ഈ മാറ്റം തിരിച്ചറിയുന്നു. ചെറിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുറ്റവാളികളെ പ്രൊബേഷനിൽ വിട്ടയക്കുന്ന കേസുകൾ ഇതിന് ഉദാഹരണമാണ്. വ്യക്തമായ നിയമങ്ങൾ ഉണ്ടായിരുന്നിട്ടും ശിക്ഷ നടപ്പാക്കുന്നതിൽ വെല്ലുവിളികൾ ഏറെയാണ്. ജയിലുകളിലെ അക്രമം, അഴിമതി, വിവേചനം എന്നിവ ഗുരുതരമായ ആശങ്കകളായി തുടരുന്നു. ചില തടവുകാർക്ക് തൊഴിൽ വേതനം, മെഡിക്കൽ ഇളവുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കുകയില്ല. തടവുകാർക്ക് നിയമസഹായത്തിനുള്ള അവകാശം, അഭിഭാഷകരെയും കുടുംബങ്ങളെയും കാണാനുള്ള അവകാശം, അടിസ്ഥാന ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള അവകാശം, മാനുഷിക അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം എന്നിവയുമുണ്ട്. ശരിയായ ഭക്ഷണം, വസ്ത്രം, കിടക്ക, വൈദ്യചികിത്സ എന്നിവയ്ക്ക് അവർക്ക് അർഹതയുണ്ട്. ശിക്ഷിക്കപ്പെട്ട തടവുകാർക്ക് ജയിലിൽ ചെയ്യുന്ന ജോലിക്കുള്ള വേതനം ലഭിച്ചേക്കാം. നല്ല പെരുമാറ്റവും ജയിൽ നിയമങ്ങളും അനുസരിച്ച് അവർക്ക് ഇളവ്, പരോൾ, ഫർലോ എന്നിവയുമുണ്ട്. തടവുകാരെ താൽക്കാലികമായി മോചിപ്പിക്കുന്ന ഒരു രീതിയാണ് ഫർലോ. പരോളിൽ നിന്നും വ്യത്യസ്തമായി കുടുംബ സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്താനും അവരുടെ കൂടിച്ചേരൽ നടത്താനും അവരെ സഹായിക്കുന്നതിന് നല്ല പെരുമാറ്റത്തിനുള്ള ഒരു പ്രോത്സാഹനമാണ് ഇത്. നിർഭാഗ്യവശാൽ അറിവിൻ്റെ അഭാവം പലപ്പോഴും ഈ അവകാശങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് തടവുകാരെ തടയുന്നു. ദുരുപയോഗം തടയുന്നതിന് നിയമസഹായവും അവബോധവും അത്യാവശ്യമാണ്. ഏറ്റവും സുരക്ഷിതം എന്നറിയപ്പെടുന്ന ജയിൽ ഗ്വാട്ടിമാലയിലെ റെനോവാസിയോൺ 1 ജയിൽ ആണ്. അതുപോലെ ഏറ്റവും മാനുഷികവും തടവുകാർക്ക് വേണ്ട പരിഗണന നൽകുന്നതുമായ ഒരു ജയിലാണ് നോർവേയിലെ ബാസ്റ്റോയ് ജയിൽ. അവിടെ വേലികളും തടവുകാരുടെ പൂട്ടുകളും ഇല്ല. തടവുകാരുടെ പുനരധിവാസത്തിനാണ് ഊന്നൽ നൽകുന്നത്. മറ്റൊന്നാണ് കർശനമായ അച്ചടക്കത്തിനും ഒറ്റപ്പെട്ട ലൊക്കേഷനും പേരുകേട്ട ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധവും സുരക്ഷിതമായ ജയിലുകളിൽ ഒന്നായ അൽക്കാട്രാസ് ഫെഡറൽ ജയിൽ. എന്നാൽ ഉയർന്ന പ്രവർത്തന ചെലവും ഘടനാപരമായ തകർച്ചയും കാരണം 1963 ഇത് അടച്ചുപൂട്ടി. ശിക്ഷകൾ ഒരു മനുഷ്യനെ തകർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. അവ പെരുമാറ്റം ശരിയാക്കാനും സമൂഹത്തെ സംരക്ഷിക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. തടവുകാർക്ക് ശിക്ഷയിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ മറ്റ് എല്ലാ മൗലിക അവകാശങ്ങൾക്കും അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. പീഡനം, ന്യായീകരണമില്ലാത്ത ഏകാന്ത തടവ്, കാരണങ്ങളില്ലാത്ത കൈവലങ്ങ്, വൈദ്യസഹായം നിഷേധിക്കൽ എന്നിവ ഭരണഘടനാ വിരുദ്ധമാണ്. ആയിരക്കണക്കിന് പേരെ വർഷങ്ങളായി നിയമവിരുദ്ധമായി തടങ്കലിൽ പാർപ്പിച്ചതായി കണ്ടെത്തിയ ബീഹാറിലെ വിചാരണയിലുള്ള തടവുകാരുടെ കേസ് ശ്രദ്ധേയമായ ഒരു ഉദാഹരണമാണ്. ജുഡീഷ്യൽ ഇടപെടൽ അവരുടെ മോചനത്തിലേക്ക് നയിക്കുകയും വ്യവസ്ഥാപിത പരാജയങ്ങൾ തുറന്നുകാട്ടുകയും ചെയ്തു. മതിയായ പോഷകാഹാരം, സീസണൽ വസ്ത്രങ്ങൾ, ശുചിത്വ സാഹചര്യങ്ങൾ, ന്യായമായ വേതനം എന്നിവ ജയിൽ മാനുവൽക്ക് നിർദ്ദേശിക്കുന്നു. വാസ്തവത്തിൽ ഈ മാനദണ്ഡങ്ങൾ ഒരേപോലെ പാലിക്കപ്പെടുന്നില്ല. ഇത് മറികടക്കാൻ സുതാര്യതയും പതിവ് പരിശോധനകളും നിർണായകമാണ്. ജയിലുകൾ ഒരു സമൂഹത്തിൻ്റെ ധാർമ്മിക സ്വഭാവത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ശിക്ഷയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സംവിധാനം കഠിനമായ കുറ്റവാളികളെ സൃഷ്ടിക്കുന്നു. അതേസമയം കുറ്റവാളികളെ തിരുത്തിക്കൊണ്ട് അവരെ പുനരധിവസിക്കുന്നവരെ ഒരു സംവിധാനം സുരക്ഷിതമായ സമൂഹങ്ങളെ സൃഷ്ടിക്കുന്നു. വേഗത്തിനുള്ള വിചാരണകൾ, നിയമ അവബോധം, ജയിൽ പരിഷ്കാരങ്ങൾ, ജീവനക്കാരുടെ പരിശീലനം, സമൂഹത്തിൻ്റെ പങ്കാളിത്തം എന്നിവ ഇതിനൊക്കെ അത്യാവശ്യമാണ്. പൗരന്മാരും
നിയമവിദഗ്ധരും എന്ന നിലയിൽ ജയിലുകൾ അനീതിയല്ല, നീതിയുടെ സ്ഥാപനങ്ങളായി തുടരുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ കടമയാണ്. തെറ്റുകൾ ചെയ്യുന്നവരെയും സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിൻ്റെ ആദ്യപടിയാണ് അവബോധം. ജയിലുകളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നാം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും നിയമത്തിലുള്ള നമ്മുടെ വിശ്വാസം ആവർത്തിക്കുകയും ചെയ്യുന്നു. ഒരു നീതിന്യായ വ്യവസ്ഥയെ വിലയിരുത്തുന്നത് അത് എത്ര കഠിനമായി ശിക്ഷിക്കുന്നു എന്നതിലല്ല, മറിച്ച് അത് ശിക്ഷിക്കുന്നവരോട് എത്രത്തോളം നീതിയുക്തമായും മാനുഷികമായും പെരുമാറുന്നു എന്നതിലാണ്. ഇത്രയും കാര്യങ്ങളാണെങ്കിലും മനസ്സിലാക്കുന്നത് ജയിലുകളെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ ഇല്ലാതാക്കാൻ സഹായിക്കുകയും നീതി എല്ലായ്പ്പോഴും മനുഷ്യരാശിയുമായി കൈകോർത്ത് നടക്കണം എന്ന ആശയത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻ്റായി ചോദിക്കാവുന്നതാണ്. നമസ്കാരം.